പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കലല്ലാതെ പ്രശ്നത്തിന് പരിഹാരമില്ല. അത് റബ്ബിൻ്റെ ഖദറിലും ഖലായിലുമുള്ളതാണ്. അതേപോലെ പരിഹാരത്തിന് പ്രശ്നവും ഇല്ല. പരിഹാരങ്ങൾ ഒരുപാട് ലോകത്തുള്ളതിന് ഒരു പ്രശ്നവും ഇല്ല. അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരിശ്രമിക്കലാണ്. ഒരു വിജയിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കലാണ്. വിജയം വരെ പ്രതീക്ഷിക്കലാണ്. പരിശീലിക്കലാണ്. പരിഗണിക്കലാണ്. പരിഹാരം തേടലാണ്. അങ്ങനെയുള്ള നിലക്കുള്ള ജീവിതമാണ്. അവസാന വിജയം സ്വർഗത്തിലാണ്. അവിടെ കാലെടുത്ത് വെക്കുമ്പോഴുള്ളതാണ് ഇല്ലാതീലൻ സലാമൻ സലാമാ. സമാധാനം എന്നല്ലാതെ അവർക്ക് അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാനില്ല. അതൊക്കെ പരിഹരിക്കപ്പെട്ട സ്ഥലമാണ് സ്വർഗം. ദുനിയാവിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ എന്ന് പറയാനുള്ളതാണ്. അതേ സ്ഥാനത്ത് ആ സമാധാനവും രക്ഷയും ഉണ്ടായവരാണ്. സമാധാനവും രക്ഷയിലുമാണുള്ളതെന്നുള്ള നിലക്കുള്ള അവസ്ഥയിലുള്ളവരാണ് സ്വർഗത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പരിഹാരം അവിടെയാണുള്ളത്. അതിലേക്കുള്ള വഴിയാണ് മുഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ആളുകൾ സ്വർഗത്തിലില്ല ഖീലൻ സലാമൻ സലാമാ. സമാധാനം എന്നല്ലാതെ അവർക്ക് പറയാനില്ലാത്ത സ്ഥലത്ത് അവർ ജീവിക്കുമ്പോഴും അതേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നരകത്തിലുള്ള ഉമ്മത്തീങ്ങളെക്കുറിച്ച് പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഉപ്പാക്കും ഉമ്മാക്കും ഇല്ലാത്തതിനേക്കാളും സ്നേഹം ഉമ്മത്തീങ്ങളിൽപ്പെട്ട ഓരോരുത്തരോടും കാണിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുനിയാവിൽ വെച്ച് സ്നേഹിക്കണം. അപ്പോൾ അല്ലാഹുവിൻ്റെ ശഫാഅത്ത് അവിടെ കിട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചോദിക്കുന്നതിലൂടെ അല്ലാഹു തആല ശഫാഅത്ത് നൽകുകയാണ്. ആ നിലക്ക് സ്വർഗത്തിലേക്ക് വഴി കിട്ടുന്ന നിലക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന നിലക്ക് പരിശ്രമിക്കണം. ദുനിയാവിലെല്ലാം അങ്ങ് ആക്കിക്കളയാമെന്ന് 100% അങ്ങ് പ്രതീക്ഷിക്കണ്ട. അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. കണക്കാക്കാൻ വേണ്ടി നമുക്ക് പരസ്പരം ദുആ ചെയ്യാം, കാത്തു നിൽക്കാം, പരിശ്രമിക്കാം. അല്ലാഹു തആല എല്ലാ ഖൈറുകളും അടുപ്പിക്കട്ടെ, എല്ലാ ശർറിൽ നിന്നും എല്ലാവരെയും കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.